ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് നാളെ തുടക്കമാകും. രാജ്യത്തെ വെള്ളപ്പൊക്ക നിവാരണത്തിനുള്ള തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്യുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം പുരോഗമിക്കുന്നു. നീറ്റ് UG പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് ലഭിച്ച 1563 പേർക്കുള്ള പുനഃപരീക്ഷ ഇന്ന് ഉച്ചയ്ക്ക് നടക്കും. ഇന്നത്തെ നീറ്റ് PG പ്രവേശന പരീക്ഷ മാറ്റിവച്ചു. കേരള മന്ത്രിസഭയിൽ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ മന്ത്രിയായി OR കേളു ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം. ഐക്യവും സമാധാനവും വളർത്തുന്നതിൽ കായിക മേഖലയ്ക്കുള്ള കഴിവിനെ ആഘോഷിക്കണമെന്ന് കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. T20 ലോകകപ്പ് ക്രിക്കറ്റ് സൂപ്പർ 8 മത്സരത്തിൽ ഓസ്ട്രേലിയക്കെതിരെ അഫ്ഗാനിസ്ഥാന് 21 റൺസ് വിജയം. വാർത്തകൾ വിശദമായി. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ സത്യപ്രതിജ്ഞയ്ക്ക് നേതൃത്വം നൽകുന്ന പ്രോടേം സ്പീക്കർ ഭർതൃഹരി മഹ്താബ് സഭാംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് ബുധനാഴ്ച നടക്കും. വ്യാഴാഴ്ച രാഷ്ട്രപതി ദ്രൌപദി മുർമു പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. രാജ്യസഭാ സമ്മേളനവും വ്യാഴാഴ്ചയാണ് ആരംഭിക്കുക. അടുത്ത മാസം 3 വരെയാണ് പാർലമെന്റ് സമ്മേളനം. പ്രമുഖ ചിന്തകനും വിദ്യാഭ്യാസ വിചക്ഷണനുമായ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഡോക്ടർ മുഖർജി തന്റെ ജീവിതം ഭാരതത്തിന്റെ സേവനത്തിനായി സമർപ്പിച്ചുവെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഡോക്ടർ മുഖർജിയുടെ മികവാർന്ന വ്യക്തിത്വം രാജ്യത്തെ ഓരോ തലമുറയെയും പ്രചോദിപ്പിക്കുന്നത് തുടരുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. രാജ്യത്തെ വെള്ളപ്പൊക്ക നിവാരണത്തിനുള്ള തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്യുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. കേന്ദ്ര ജൽശക്തി മന്ത്രി CR പാട്ടീൽ, ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ്, ആഭ്യന്തര മന്ത്രാലയം, ജലവിഭവം, നദീവികസനം, പരിസ്ഥിതി, റോഡ്, റെയിൽ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാർ, ദേശീയ ദുരന്ത നിവാരണ സേന, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തുടങ്ങിയവയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നു. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഇന്ന് UAE-യിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. സന്ദർശന വേളയിൽ UAE വിദേശകാര്യമന്ത്രിയുമായി തന്ത്രപ്രധാനമായ വിഷയങ്ങളിൽ ചർച്ചകൾ നടത്തും. വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളുടെയും പങ്കാളിത്തം, സഹകരണം, പ്രാദേശികവും ആഗോളവുമായ വിവിധ വിഷയങ്ങളിലുള്ള വികസനങ്ങൾ തുടങ്ങിയവ ചർച്ചയിൽ ഉൾപ്പെടും. നീറ്റ് UG പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് ലഭിച്ച 1563 പേർക്കുള്ള പുനഃപരീക്ഷ ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് 2 മുതൽ 5:20 വരെയാണ് പരീക്ഷാ സമയം. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഉന്നതാധികാര സമിതി റിപ്പോർട്ടിന്മേൽ സുപ്രീംകോടതിയുടെ നിരീക്ഷണം അനുസരിച്ചാണ് വീണ്ടും പരീക്ഷ നടത്താൻ തീരുമാനമെടുത്തതെന്ന് NTA അറിയിച്ചു. 1563 വിദ്യാർത്ഥികൾക്കും നൽകിയ ഗ്രേസ് മാർക്ക് പിൻവലിച്ചിട്ടുമുണ്ട്. പുനഃപരീക്ഷയ്ക്ക് ഹാജരാകാൻ സാധിക്കാത്ത വിദ്യാർത്ഥികളുടെ ഫലം കഴിഞ്ഞ മാസം 5-ന് നടത്തിയ പരീക്ഷയിൽ ലഭിച്ച യഥാർത്ഥ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ പ്രഖ്യാപിക്കുമെന്നും NTA അറിയിച്ചു. ഇന്ന് നടത്താനിരുന്ന നീറ്റ് PG പ്രവേശന പരീക്ഷ മാറ്റിവെച്ചു. പരീക്ഷയുടെ പുതുക്കിയ തീയതി പിന്നീട് പ്രഖ്യാപിക്കും. പരീക്ഷകളുടെ സുതാര്യത സംബന്ധിച്ച് ഉയർന്നുവരുന്ന ആരോപണങ്ങൾ കണക്കിലെടുത്താണ് തീരുമാനമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. നീറ്റ് PG പ്രവേശന പരീക്ഷാ പ്രക്രിയകൾ സമഗ്രമായി വിലയിരുത്താൻ തീരുമാനിച്ചതായും മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം 2024-ലെ നീറ്റ് UG പരീക്ഷയിലെ ക്രമക്കേടുകൾ സമഗ്രമായി അന്വേഷിക്കുന്നതിന് വിദ്യാഭ്യാസ മന്ത്രാലയം CBIയെ നിയോഗിച്ചു. പരീക്ഷകളുടെ പവിത്രത ഉറപ്പാക്കാനും വിദ്യാർത്ഥികളുടെ താൽപര്യം സംരക്ഷിക്കാനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രാലയം അറിയിച്ചു. പരീക്ഷാ ക്രമക്കേടിൽ ഏതെങ്കിലും വ്യക്തിയോ സ്ഥാപനമോ ഉൾപ്പെട്ടതായി കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. പരീക്ഷാ വിവാദങ്ങൾക്കിടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ സുബോധ് കുമാർ സിംഗിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കി. ഇന്ത്യ ട്രേഡ് പ്രൊമോഷൻ ഓർഗനൈസേഷൻ ചെയർമാനും MD-യുമായ പ്രദീപ് സിംഗ് ഖരോലയ്ക്കാണ് NTA ഡയറക്ടർ ജനറലിന്റെ അധിക ചുമതല. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പരീക്ഷകൾ സുതാര്യവും സത്യസന്ധവും തടസ്സരഹിതവുമായി നടപ്പാക്കുന്നു എന്നുറപ്പാക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. ISRO മുൻ ചെയർമാൻ ഡോക്ടർ K. രാധാകൃഷ്ണനാണ് 7-അംഗ സമിതിക്ക് നേതൃത്വം നൽകുന്നത്. പരീക്ഷകളുടെ സുതാര്യത വർദ്ധിപ്പിക്കുകയും ഡാറ്റ സുരക്ഷ വർദ്ധിപ്പിക്കുകയും ഏജൻസിയുടെ നടത്തിപ്പ് വിലയിരുത്തുകയും ചെയ്യുന്നതിനാണ് സമിതി രൂപീകരിച്ചിരിക്കുന്നത്. നിലവിലെ നടപടികൾ പരിശോധിച്ച് ഏജൻസിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ പാനൽ മുന്നോട്ടുവയ്ക്കും. റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് 2 മാസം സമയമാണ് നൽകിയിട്ടുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കേരള മന്ത്രിസഭയിൽ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ മന്ത്രിയായി മാനന്തവാടി MLA OR കേളു ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. വൈകിട്ട് രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുക്കും. മുൻമന്ത്രി K രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിനാൽ രാജി സമർപ്പിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് OR കേളു മന്ത്രിസഭയിലേക്ക് എത്തുന്നത്. അടുത്ത 4 ദിവസങ്ങളിൽ കേരളം, കർണാടക, ഗോവ എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴ പെയ്യുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തമിഴ്നാട്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങളിലും ഇടിമിന്നലോട് കൂടിയ മഴ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിൽ ശക്തമായ മഴയും കാറ്റും തുടരുന്നു. ആന്ത്രോത്ത് ദ്വീപിൽ എഞ്ചിൻ തകരാറിനെ തുടർന്ന് മത്സ്യബന്ധന ബോട്ട് കരക്കടിഞ്ഞു. മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും രക്ഷാപ്രവർത്തനം നടത്തി. അതേസമയം ലക്ഷദ്വീപിൽ ഇന്ന് കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കടൽ പ്രക്ഷുബ്ധമാകാനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും ലക്ഷദ്വീപ് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ഇന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം. 1894 ജൂൺ 23 പാരീസിൽ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി സ്ഥാപിതമായതിന്റെ ഓർമ്മയ്ക്കാണ് എല്ലാ വർഷവും ജൂൺ 23 ഒളിമ്പിക് ദിനമായി ആചരിക്കുന്നത്. ഐക്യവും സമാധാനവും വളർത്തുന്നതിൽ കായിക മേഖലയ്ക്കുള്ള കഴിവിനെ ആഘോഷിക്കാൻ ഒളിമ്പിക് ദിന സന്ദേശത്തിൽ കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ആഹ്വാനം ചെയ്തു. ഈ വർഷം നടക്കാനിരിക്കുന്ന പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നവർക്ക് ആശംസകളും അദ്ദേഹം നേർന്നു. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. T20 ലോകകപ്പ് ക്രിക്കറ്റിൽ സൂപ്പർ 8 മത്സരത്തിൽ ഓസ്ട്രേലിയയ്ക്കെതിരെ അഫ്ഗാനിസ്ഥാന് 21 റൺസ് വിജയം. ഇന്ന് കിങ്സ്റ്റണിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാനിസ്ഥാൻ 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 148 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ ഓസ്ട്രേലിയ 127 റൺസിന് പുറത്തായി. ഗ്രൂപ്പ് 2-ൽ ഇന്ന് രാത്രി 8-ന് നടക്കുന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് USA-യെ നേരിടും. അതേസമയം വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള ഏകദിന പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് ഉച്ചയ്ക്ക് ബംഗളൂരുവിലെ M ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടക്കും. 2024 പാരീസ് ഒളിമ്പിക്സിലെ പുരുഷ സിംഗിൾസ് ഇനത്തിൽ സ്ഥാനമുറപ്പിച്ച് ഇന്ത്യൻ ടെന്നീസ് താരം സുമിത് നാഗൽ. ഇത് 2ാം തവണയാണ് സുമിത് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യയുടെ പുരുഷ ഡബിൾസ് ജോഡിയായ രോഹൻ ബൊപ്പണ്ണയും N ശ്രീറാം ബാലാജിയും നഗലിനൊപ്പം ഒളിമ്പിക്സിൽ പങ്കെടുക്കും. ബൊപ്പണ്ണ ബാലാജിയെ തന്റെ പങ്കാളിയെ തിരഞ്ഞെടുക്കുകയായിരുന്നു. ഓൾ ഇന്ത്യ ടെന്നീസ് അസോസിയേഷൻ തീരുമാനം അംഗീകരിക്കുകയായിരുന്നു. ഹെയിൽ ബ്രൗൺ ചലഞ്ചറും ചെന്നൈ ചലഞ്ചറും ഉൾപ്പെടെ 2 ചലഞ്ചർ കിരീടങ്ങൾ നാഗൽ ഈ സീസണിൽ നേടിയിട്ടുണ്ട്. ലഡാക്കിലെ ഖാലുബാർ യുദ്ധസ്മാരകം ഇന്ത്യൻ സേന വിനോദസഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തു. കാർഗിൽ യുദ്ധത്തിൽ പോരാടിയ ധീര സൈനികരോടുള്ള ആദരസൂചകമായാണ് സ്മാരകം നിർമ്മിച്ചത്. അടുത്ത മാസം 26-ന് കാർഗിൽ വിജയ് ദിവസത്തിന്റെ 25ാം വാർഷികം ആചരിക്കുന്നതിന് മുന്നോടിയായുള്ള ആഘോഷങ്ങളുടെ ഭാഗമായാണ് സ്മാരകം തുറന്നുകൊടുത്തത്. ലഡാക്കിലെ ആര്യൻ വാലി തിരിച്ചുപിടിക്കാൻ വേണ്ടി പോരാടിയ സൈനികരുടെ ധീരതയെയും ത്യാഗത്തെയും ഓർമ്മപ്പെടുത്തുന്നതാണ് താഴ്വരയിൽ തന്നെ സ്ഥാപിച്ചിട്ടുള്ള ഖാലുബാർ യുദ്ധസ്മാരകം. ബീഹാറിൽ നാളന്ദ സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈ ലാമ അഭിനന്ദിച്ചു. പുരാതന ഇന്ത്യയെക്കുറിച്ച് അറിവ് നേടാൻ രാജ്യത്തുടനീളമുള്ള യുവജനങ്ങളിൽ വളർന്നുവരുന്ന താൽപര്യം തനിക്ക് പ്രോത്സാഹനം നൽകുന്നതായി അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ നൽകിയ $3.5 ബില്യൺ സാമ്പത്തിക സഹായം കൊണ്ടാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ 2 പ്രയാസകരമായ വർഷങ്ങളെ ശ്രീലങ്ക അതിജീവിച്ചതെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് റനിൽ വിക്രമസിംഗെ പറഞ്ഞു. കൊളംബോയിൽ നടന്ന 31ാമത് ഓൾ ഇന്ത്യ പാർട്ട്നേഴ്സ് മീറ്റിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സുസ്ഥിര ഊർജ്ജ പദ്ധതികളിലെ സംയുക്ത ശ്രമങ്ങൾക്ക് ഊന്നൽ നൽകി ഇന്ത്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള തന്റെ പ്രതിബദ്ധത അദ്ദേഹം ആവർത്തിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് നാളെ തുടക്കമാകും. രാജ്യത്തെ വെള്ളപ്പൊക്ക നിവാരണത്തിനുള്ള തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്യുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം പുരോഗമിക്കുന്നു. നീറ്റ് UG പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് ലഭിച്ച 1563 പേർക്കുള്ള പുനഃപരീക്ഷ ഇന്ന് ഉച്ചയ്ക്ക് നടക്കും. ഇന്ന് നടത്താനിരുന്ന നീറ്റ് PG പ്രവേശന പരീക്ഷ മാറ്റിവെച്ചു. കേരള മന്ത്രിസഭയിൽ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ മന്ത്രിയായി OR കേളു ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്ന് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം. ഐക്യവും സമാധാനവും വളർത്തുന്നതിൽ കായിക മേഖലയ്ക്കുള്ള കഴിവിനെ ആഘോഷിക്കണമെന്ന് കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ.
T20 ലോകകപ്പ് ക്രിക്കറ്റ് സൂപ്പർ 8 മത്സരത്തിൽ ഓസ്ട്രേലിയക്കെതിരെ അഫ്ഗാനിസ്ഥാന് 21 റൺസ് വിജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.